ഹായ് എവരി വൺ. നമ്മൾ RRBയുടെ പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള കാര്യം അറിയിക്കാനാണ് വന്നിട്ടുള്ളത്. സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. കാറ്റഗറി 03/2026 ആണ് അതിലെ കാറ്റഗറി വരുന്നത്. ഈ എക്സാമിൻ്റെയും ഡീറ്റെയിൽസും അതേപോലെ എന്തൊക്കെയാണ് അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ, എന്താണ് അതിൻ്റെ ഫീസ്, എക്സാം പാറ്റേൺ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 119 വേക്കൻസീസ് ആണുള്ളത്. ലിമിറ്റഡ് വേക്കൻസീസ് ആണുള്ളത്. പക്ഷേ ഇതൊരു ലെവൽ 6 പേ വരുന്ന ഒരു പോസ്റ്റ് ആണ്. ബേസിക് പേ തന്നെ വരുന്നത് 35,000 മുകളിലാണ് വരുന്നത്. ദാറ്റ് ഇസ് ഓൺലി ബേസിക് പേ. നമുക്ക് DAയും HRA പോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇതല്ലാതെ തന്നെ നമുക്ക് വരുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇനീഷ്യൽ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് കയ്യിൽ കിട്ടുന്ന എമൗണ്ട് അല്ല, അതിൻ്റെ ബേസിക് പേ എന്ന് പറയുന്നതാണ് 35,400. അതിനേക്കാളും വളരെ കൂടിയ എമൗണ്ട് ആണ് നമുക്ക് ഇൻ ഹാൻഡ് കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് കടന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 15th July 2026 മുതലാണ് നമ്മുടെ പോർട്ടൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 14th August 2026 വരെയാണ് വന്നത്. ഓക്കെ, ഇതിൻ്റെ ഫീ അപ്ലൈ ചെയ്യാനുള്ള ഫീ അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 16th August പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെറിയ കറക്ഷൻസ് ഒക്കെ വരുത്താനുള്ള ഡേറ്റുകളാണ് 17 to 26 August പറയുന്നത്. ഓക്കെ, അപ്പോൾ പരമാവധി പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പോസ്റ്റിനായിട്ട് അപ്ലൈ ചെയ്യുക. അവസാനം തിരക്ക് പിടിച്ച് സൈറ്റ് ജാം ആവുന്ന പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനേക്കാൾ മുമ്പ് പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒന്ന് ഏജ് ലിമിറ്റ്. 20 മുതൽ 33 ഇയേഴ്സ് വരെയുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മൾ അതർ കാറ്റഗറീസ്, ദാറ്റ് ഇസ് OBC പോലുള്ള SC ST പോലുള്ള റിസർവേഷൻ വരുന്ന കാറ്റഗറീസിനും ഒക്കെ അഡീഷണൽ ആയിട്ട് എല്ലാ പോസ്റ്റിനുള്ള പോലുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് വേണ്ടത് അറിഞ്ഞേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ്, എന്താണ് ഇതിന് വേണ്ട മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഒരു ഡിഗ്രിയാണ്, ഒരു ബേസിക് ഡിഗ്രി ഉള്ള ആൾക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, റിസൾട്ട് വെയിറ്റ് ചെയ്ത് ഇപ്രാവശ്യം എക്സാം എഴുതി പക്ഷെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് അപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. പിന്നെ ഇതിൽ നമുക്ക് കുറച്ച് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, കാരണം ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്, സെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ട്രെയിൻഡ് റണ്ണിങ്ങിനെ കുറിച്ചും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട, അതിനെ കൺട്രോൾ ചെയ്യേണ്ട സേഫ്റ്റി മെഷേഴ്സിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇടപെടേണ്ട ആൾക്കാരാണ് സെക്ഷൻ കൺട്രോൾ പോസ്റ്റിൽ വരുന്ന ആൾക്കാർ. സോ അതുകൊണ്ട് തന്നെ അതിന് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ ഉള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് അവരൊരു നെഗോഷിയേഷൻ നമുക്ക് അതിൽ പോസിബിൾ അല്ല. ക്ലിയർ ആയിട്ടും നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ഈ പറയുന്ന കണ്ടീഷൻസ്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉള്ളവർക്ക് മാത്രമാണ് ഇത് ഈ പോസ്റ്റിലേക്ക് കൺസിഡർ ചെയ്യുകയുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ എക്സാം ഫീ വരുന്നത് നമ്മൾ ജനറൽ കാറ്റഗറിക്കൊക്കെ 500 ഫീ നമ്മൾ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യണം. പക്ഷേ ഇതിൽ നമ്മൾ പറയുന്ന പോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ആ ടെസ്റ്റ് അപ്ലൈ മീൻസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു 400 rupees നമുക്ക് തിരിച്ച് തരുന്നതാണ്. ബാങ്കിങ് ചാർജസ് അത് പിടിക്കും. ബാക്കിയുള്ള 400 rupeesൽ ബാങ്കിങ് ചാർജസ് കഴിച്ച് ബാക്കി എത്രയാണോ വരുന്നത് അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറും. അത് എക്സാം എഴുതിയവർക്ക് മാത്രമാണ് തിരിച്ചു കയറുക. CBT എഴുതാതെ നമ്മൾ അപ്ലൈ ചെയ്തു, പക്ഷേ എക്സാം CBT മീൻസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, അത് എഴുതാത്തവർക്ക് എന്ത് ചെയ്യില്ല, ഈ എമൗണ്ട് തിരിച്ചു വരില്ല കേട്ടോ. ബാക്കിയുള്ള കാറ്റഗറീസിനൊക്കെ ഇപ്പോൾ SC ST ആണെങ്കിൽ ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ, മൈനോറിറ്റീസ് അങ്ങനെയുള്ളവർക്കൊക്കെ ഫുൾ എമൗണ്ടും റീഫണ്ട് ചെയ്യുന്നതുമാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ നമുക്ക് ഏറ്റവും അറിയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ്, ഇതിൻ്റെ സിലബസ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ്. ഇതിലെ 100 മാർക്കിന് ഫസ്റ്റ് നമുക്ക് വരുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. 100 മാർക്സിനാണ് ടെസ്റ്റ് വരുന്നത്. മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ കാറ്റഗറിയാണ്. അനലിറ്റിക്കൽ സ്കിൽസ് ആൻഡ് മാത്തമാറ്റിക്സ് ആണ് 60 മാർക്സിന് വരുന്നത്. പിന്നെ ലോജിക്കൽ കണ്ടീഷൻസ് 20 മാർക്സിന്, റീസണിങ് പോലുള്ള കണ്ടീഷൻസിന് 20 മാർക്സ്. അങ്ങനെയാണ് നമുക്ക് വരുന്നത്. 120 minutes 2 hour ആണ് എക്സാം. അതിൽ 100 മാർക്സിനാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സിന് 1 മാർക്കും, തെറ്റിക്കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 1/3 ഓഫ് ദ മാർക്ക് കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ, ഇതിലെ മാത്സിൻ്റെ ബേസിക് ആയിട്ടുള്ള സിലബസിൻ്റെ കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിന് മെയിൻ ആയിട്ട് വരുന്നത് നമ്പർ സിസ്റ്റം, റേഷ്യോ, പ്രൊപ്പോർഷൻസ്, ആവറേജസ്, പെർസെൻറ്റേജ്. നമ്മൾ സാധാരണ SSC ആണെങ്കിലും RRB ആണെങ്കിലും ഒക്കെ നമുക്ക് വരുന്ന കോമൺ ആയിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെയാണ് ഇതിലും നമുക്ക് വരുന്നത്. ഇവിടെ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഗ്രാഫുകളിൽ നിന്നും ചാർട്ടുകളിൽ നിന്നും ഒക്കെ വാല്യൂസ് എടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ടിലേക്ക്, ഗ്രാഫും ചാർട്ടുകളും ഒക്കെ അനലൈസ് ചെയ്ത്
പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു ടേമിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ലോജിക് ആൻഡ് റീസണിങ് ആയിട്ട് 40 ക്വസ്റ്റ്യൻസിൽ വരുന്ന ലോജിക് ആൻഡ് റീസണിങ് കണ്ടീഷൻസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ബൈനറി സിസ്റ്റംസ്, ക്ലോക്കുകൾ, കലണ്ടറുകൾ, ബ്ലഡ് റിലേഷൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതേപോലെ ഇംഗ്ലീഷ് ബേസ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് ബേസിക്സ്, ഹിസ്റ്ററി, സയൻസ്, ലിറ്ററേച്ചർ തുടങ്ങിയിട്ടുള്ള ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പിന്നെ എന്താണ് സീരീസ് കംപ്ലീഷൻ, കോഡിംഗ്, ഡീകോഡിംഗ്. നമുക്ക് ഒരു വേർഡ് തന്നിട്ടുണ്ട്, അതിനെ ഇങ്ങനെ കോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്, അപ്പോൾ വേറൊരു കോഡ് തന്നിട്ട് അതിന് കറക്റ്റ് വേർഡ് എന്താണെന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ലോജിക്കൽ ആൻഡ് റീസണിങ് സെക്ഷനിൽ വരുന്ന 40 ക്വസ്റ്റ്യൻസിൽ വരുന്നത്. ഓക്കെ, പിന്നീട് ഇതിന്റെ മെറിറ്റ് വരുന്നത്, ഇപ്പൊ നമ്മൾ CBT എക്സാം കഴിഞ്ഞ് ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്ക് ഒരു CBAT എന്ന് പറയുന്ന ഒരു ടേം, ഒരു പാർട്ട് കൂടെ, ഒരു എക്സാം സെക്ഷനും കൂടെ വരുന്നുണ്ട്. ദാറ്റ് ഈസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. കുറച്ച് സൈക്കോളജിക്കൽ സ്കിൽസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൂടെ വരും. അതും കൂടെ ക്വാളിഫൈ ചെയ്യുന്നവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുക. അതിലും നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ CBTയുടെ റിസൾട്ടും CBATയുടെ റിസൾട്ടും രണ്ടും കൂടെ ആണ് 100%ലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടായിട്ടുള്ള CBTയുടെ 70%ഉം സെക്കൻഡ് പാർട്ടായിട്ടുള്ള CBATയുടെ 30%ഉം അടക്കം ആണ്. ദാറ്റ് ഇസ് ആ വെയിറ്റേജ് ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ലിസ്റ്റും ടോപ്പ് മാർക്കുകളും റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്യുക കേട്ടോ. ഇതാണ് നമ്മുടെ എക്സാംസിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ പച്ചവെള്ളത്തിൽ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും അറിയണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.